എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി മുതൽ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ വ്യക്തി ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പോകുന്നു. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോഴും ആ വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിരുന്നു. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്കത്ര പ്രധാനപ്പെട്ടതായിരുന്നു. ആ സ്നേഹം ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ആ ആഗ്രഹ സഫലീകരണം ഉണ്ടായില്ല. ആഗ്രഹം എങ്ങനെയെങ്കിലും സാധിച്ചു കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് നടന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ആ വ്യക്തി എന്നെ ഒന്നും മനസ്സറിഞ്ഞ് സ്നേഹിച്ചിരുന്നെങ്കിൽ. കാരണം ലോകത്ത് മറ്റാരും സ്നേഹിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ എനിക്കത് വലിയ സന്തോഷമാകുമെന്നും ഒക്കെ നിങ്ങൾ കരുതിയിരുന്നു. നിങ്ങൾ പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ, ചില ആളുകളുടെ തെറ്റായ പ്രവർത്തനങ്ങൾ, ചില ആളുകളുടെ മോശം ഉപദേശം നൽകൽ, തെറ്റിദ്ധരിപ്പിക്കൽ, ഇതെല്ലാം നിങ്ങളിൽ നിന്നും ആ വ്യക്തിയിലേക്കുള്ള സ്നേഹത്തെ തടയപ്പെടാനുള്ള കാരണമായി. പക്ഷെ ഇപ്പോൾ അതിനെയൊക്കെ തല്ലി തകർത്തുകൊണ്ട്, അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നു. സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ ഏറ്റവും വലിയ പാരമ്യതയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് എത്തുന്നു. വലിയ തരത്തിലുള്ള ഒരു സന്തോഷം നിങ്ങളിലുണ്ടാകുന്നു. കാരണം നിങ്ങൾക്ക് അംഗീകാരം കിട്ടിയിരിക്കുന്നു. ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ വ്യക്തിയുടെ സ്നേഹം, ആ വ്യക്തിയുടെ ഇഷ്ടം. അത് ഒട്ടും കളയാതെ നിങ്ങൾക്ക് മാത്രം ലഭിക്കണം. നിങ്ങളത് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. നിങ്ങളെന്നും ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയെ സ്നേഹിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ആത്മാർത്ഥമായ ആ സ്നേഹം ഒട്ടും നഷ്ടപ്പെടാതെ, ഒട്ടും കളങ്കപ്പെടാതെ നിങ്ങൾക്ക് തന്നെ കിട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് ആ സ്നേഹത്തിന് വേണ്ടിയാണ്. ആ സ്നേഹത്തെ നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു. ഇനി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നിലപാടെടുക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു. അതാണ് നിങ്ങൾക്കിനി കാണാൻ കഴിയുന്നത്. അതാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലെ സന്തോഷം ഒരുപാട് ഇരട്ടിക്കുന്ന തരത്തിലേക്ക് വരുന്നു. കാരണം ആ വ്യക്തിയുടെ പവിത്രമായ സ്നേഹത്തിന് നിങ്ങൾ മാത്രം അവകാശിയാകുന്നു. അത് നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട കാര്യമാണ്. ആ കാര്യം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയ തരത്തിൽ ഉണ്ടായിരുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ആയിട്ട് രണ്ടാമത്തെ ഫയൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ഒരുപാട് സങ്കീർണതകൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്രണയത്തിന്. ഇത് ഒന്ന് യാഥാർത്ഥ്യമാകുമോ, ഇതൊന്ന് വിജയിക്കുമോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രണയം ഏറ്റവും ഉദാത്തമായി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് വരികയാണ്. ഒരിക്കലും നിങ്ങൾ വിചാരിച്ചിരുന്നില്ല ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന്. ഒരിക്കലും നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ പോലുമുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം പ്രതിസന്ധി നിറഞ്ഞ ഒരു പ്രണയം, അത്രത്തോളം പ്രതിസന്ധിയിൽ അധിഷ്ഠിതമായൊരു പ്രണയത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ആ എല്ലാ പ്രതിസന്ധിയെയും മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന തലത്തിലേക്ക് എത്തുന്നു. എവിടെ ആരോട് പറയണം, എന്ത് പറയണമെന്നറിയാതെ നിങ്ങൾ കുഴഞ്ഞ ഒരുപാട് സമയമുണ്ടായിരുന്നു. ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് സ്നേഹമായിട്ട് എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥ. ഒരുപക്ഷെ ആ വ്യക്തി വിചാരിച്ചിരുന്നാൽ പോലും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ കടന്നുപോയി. അത്രത്തോളം മനോവിഷമവും അത്രത്തോളം വ്യഥയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് കടന്നു വരാനെത്തി എന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിച്ചിരുന്നപ്പോൾ ചില സാഹചര്യങ്ങൾ അതിന് തടസ്സമായിരുന്നു. ആ തടസ്സങ്ങളും ആ പ്രതിസന്ധികളൊക്കെ മാറ്റിമറിക്കപ്പെട്ടുകൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ആ വ്യക്തിയുടെ ശക്തമായ ആഗ്രഹം, ആ വ്യക്തിയുടെ ശക്തമായ ഇഷ്ടം, അതിന് പാത്രമാകാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. ഒരുപക്ഷേ ആർക്കും തകർക്കാൻ കഴിയാത്ത, ആർക്കും അനുകരിക്കാൻ കഴിയാത്ത ഒരു പ്രണയമായി നിങ്ങളുടേത് മാറുകയാണ്. ആ വ്യക്തി നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കില്ല, ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയ സമയത്ത് പോലും നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ പോസിറ്റീവ് എനർജി നൽകിയ ഒരു വരം പോലെ, ഒരു അനുഗ്രഹം പോലെ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നു.
ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നു. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ വ്യക്തിയുടെ സ്നേഹം എനിക്ക് വേണം, ആ വ്യക്തിയുടെ സ്നേഹം എനിക്ക് ലഭിക്കണം. അന്ന് നിങ്ങളെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടാവും, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ ഇപ്പോൾ പോലും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നില്ല, എന്നെ ആ വ്യക്തി പ്രണയിക്കുമോ, എന്നെ ആ വ്യക്തി ഇഷ്ടപ്പെടുമോ, എന്നെ ഉൾക്കൊള്ളാൻ ആ വ്യക്തിക്ക് കഴിയുമോ. പക്ഷേ അതല്ല, ആ പോസിറ്റീവ് എനർജിയോട് നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ ഫലം ഉണ്ടാകുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയും നിങ്ങളെ ഓർത്ത് മനസ്സ് ൻ്റെ ഉള്ളിൽ നിങ്ങളെ ഓർമ്മിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി മനസ്സിൻ്റെ ഒരു വലിയ ഇടം മാറ്റി വെക്കുന്നു. ഒരിക്കൽ പോലും നിങ്ങളത് സ്വപ്നം കണ്ടിട്ടില്ല. നിങ്ങളുടെ പേര് ആ വ്യക്തി പറയുമോ, നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമോ, നിങ്ങളോട് ചിരിക്കുമോ, നിങ്ങളുടെ അടുത്തേക്ക് വരുമോ എന്നുപോലും നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ പ്രതീക്ഷകൾ ഇല്ലാതെ പോയപ്പോൾ, അത് നടക്കില്ല എന്ന് കരുതിയിട്ടും ആത്മാർത്ഥമായി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു. അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക.